നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഠിനമായ വരൾച്ചയിൽ കാഞ്ഞിരപ്പുഴ വറ്റി. ജലലഭ്യത നിലച്ചതോടെ ആഢ്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ ഉൽപാദനം നിർത്തിവെച്ചു. നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഉൽപാദനം നടത്തിയാണ് വരൾച്ചയെ തുടർന്ന് നിലയത്തിലെ വൈദ്യുതി ഉൽപാദനം നിർത്തിവെച്ചത്. കാട്ടാനകളെ കൊണ്ട് വലഞ്ഞ ജനം ഒരു രാത്രി കൊണ്ട് കർഷകരുടെ കൃഷിയിടത്തിൽ ഇറങ്ങി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പുഴയിൽ മാലിന്യം തള്ളിയ സംഭവം കർശന നടപടിയുമായി അമരമ്പലം പഞ്ചായത്ത് അധികൃതർ. കുച്ചമ്പാറ ചെറായി കെട്ടുങ്ങൽ ഭാഗത്താണ് മാലിന്യം തള്ളിയത്. മഴ കനിയാൻ പ്രാർത്ഥനയോടെ ഒരു നാട്. തേൾപ്പാറ കൊമ്പങ്ങല്ലിൽ അവലും വെള്ളം വിതരണം ചെയ്തു. വാർഡ് മെമ്പർ പി ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഏഴൂരിൽ ഉമ്മയെയും 1.5 വയസ്സുള്ള മകനെയും വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശി ഇർഫാന, മകൻ അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കഠിനമായ വരൾച്ചയിൽ കാഞ്ഞിരപ്പുഴ വറ്റി. ജലലഭ്യത നിലച്ചതോടെ ആഢ്യൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ ഉൽപാദനം നിർത്തിവെച്ചു. നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഉൽപാദനം നടത്തിയാണ് വരൾച്ചയെ തുടർന്ന് നിലയത്തിലെ വൈദ്യുത ഉൽപാദനം നിർത്തിവെച്ചത്. മലപ്പുറം ജില്ലയിലെ ഏക വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ് ചാലിയാർ പഞ്ചായത്തിൽ 2015 സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ആഢ്യാൻപാറ നിലയം. മഴക്കാലത്ത് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തുന്ന അധിക ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപാദനം. 1.5 മെഗാവാട്ടിന്റെ 2ഉം 0.5 മെഗാവാട്ടിന്റെ 1 ജനറേറ്ററുമാണ് വൈദ്യുതി ഉൽപാദനത്തിനായി നിലയത്തിലുള്ളത്. സാധാരണഗതിയിൽ കാലവർഷം തുടങ്ങുന്നത് മുതൽ ജനുവരി അവസാനം വരെ 3 ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കും. വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഉൽപാദനം 1/2 മെഗാവാട്ടിന്റെ ജനറേറ്ററിൽ മാത്രമായി ചുരുങ്ങും. ക്രമേണ നിർത്തിവെക്കുകയാണ് പതിവ്. 2018ലെയും 2019ലെയും പ്രളയത്തിൽ നാശനഷ്ടം നേരിട്ട നിലയത്തിൽ പുനർനിർമ്മാണം നടത്തി 2020ൽ പ്രവർത്തനം പുനരാരംഭിച്ചു. 7 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനം നടത്തി. 2021ലെ ഉൽപാദന നേട്ടം 12 ദശലക്ഷം യൂണിറ്റ് സർവകാല റെക്കോർഡായി. അതിനോടടുത്ത ഉൽപാദനമാണ് ഇക്കൊല്ലത്തേത്. 11.20 ദശലക്ഷം യൂണിറ്റ്. യൂണിറ്റിന് 4 രൂപ നിരക്കിൽ വൈദ്യുതി ബോർഡിന് വരുമാനം 4.48 കോടി രൂപയാണ്. വയനാടൻ മലനിരകളിൽ നിന്നാണ് കാഞ്ഞിരപ്പുഴ ഉദ്ഭവിക്കുന്നത്. വയനാട്ടിൽ വേനൽ മഴ കിട്ടിയതിനാൽ മാർച്ച് വരെ ഉൽപാദനം നടത്തുവാൻ കഴിഞ്ഞു. കാട്ടാനകളെ കൊണ്ട് വലഞ്ഞ ജനം ഒരു രാത്രി കൊണ്ട് കർഷകരുടെ കൃഷിയിടത്തിൽ ഇറങ്ങി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പെരുമ്പത്തൂർ അലടിയിൽ കണ്ണൻ കുന്തേൽ രാജേഷിന്റെ വീട്ടിലെ 10ലധികം വാഴകൾ നശിപ്പിച്ചു. 15 കപ്പ, ഒരു കവുങ്ങ് തുടങ്ങിയവയും നശിപ്പിച്ചു. മച്ചിക്കുഴി കറിയാപ്പയുടെ റബ്ബർ നഴ്സറിയിൽ കയറി കവുങ്ങും വാഴകളും നശിപ്പിച്ചു. മോഹനന്റെ 50 വാഴകളും 150ലേറെ കപ്പകളും നശിപ്പിച്ചു. വേനൽ മഴയിലും കാറ്റിലും മോഹനന്റെ 650 വാഴകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കാട്ടാന ഇറങ്ങിയത്. 20,000 രൂപയോളം ഓരോ കർഷകർക്കും നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു. കൃഷി ഓഫീസിലും വനപാലകരെയും വാർഡ് മെമ്പറെയും ഇക്കാര്യം അറിയിച്ചിട്ടും ആരും സ്ഥലം സന്ദർശിക്കുവാൻ പോലും തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. പുഴയിൽ മാലിന്യം തള്ളിയ സംഭവം കർശന നടപടിയുമായി അമരമ്പലം പഞ്ചായത്ത് അധികൃതർ. കുച്ചമ്പാറ ചെറായി കെട്ടുങ്ങൽ ഭാഗത്താണ് മാലിന്യം തള്ളിയത്. പുഴയിൽ വൻതോതിൽ മാലിന്യം തള്ളി എന്ന പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. കുടിവെള്ള സ്രോതസ്സായ പുഴയിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ വലിയ തുക പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പരിശോധനയിൽ KSEBയുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ മാലിന്യങ്ങൾക്കിടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, പാമ്പേഴ്സ് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ചില
നിർണായക വിലാസങ്ങളും പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ടെത്തിയ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സബ് കോൺട്രാക്ടർമാർക്ക് കൈമാറിയതാണോ എന്ന് വ്യക്തമാക്കുവാൻ ആവശ്യപ്പെട്ട് KSEBിക്ക് ഔദ്യോഗികമായി കത്ത് നൽകുവാനും തീരുമാനിച്ചു. മാലിന്യത്തിൽ നിന്നും ലഭിച്ച വിലാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വീടുകളിലും കടകളിലും പരിശോധന നടത്തും. കുടിവെള്ളം മലിനമാക്കുന്ന ഈ സാമൂഹിക വിരുദ്ധ പ്രവൃത്തിക്ക് കാരണക്കാരായവരിൽ നിന്നും കർശനമായി പിഴ ഈടാക്കുമെന്നും പുഴയിലെ വെള്ളം മലിനമാക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പുഴയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ ഒന്ന് വന്ന് പരിശോധിച്ചു. കുറച്ച് അഡ്രസ്സ് കിട്ടി. KSEB ഉൾപ്പെടെയുള്ള അവരുടെ സാധനങ്ങൾ ഉൾപ്പെടെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, ചെരുപ്പ്, അതേപോലെ പാമ്പേഴ്സ് ഉൾപ്പെടെ കുറേ ഐറ്റംസ് കണ്ടു. അപ്പോൾ ഇത് നമ്മളെ കുടിവെള്ളം അതേപോലെ ഉള്ള ഈ പുഴയിൽ ഇത് ഒഴുക്കിയത് വളരെ നമുക്ക് അപകടം ചെയ്യും. സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പ്രവൃത്തി. അപ്പോൾ കുറച്ച് അഡ്രസ്സുകൾ ഇന്ന് ഞങ്ങൾ തിരഞ്ഞ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും KSEBക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആളുകൾ സബ് കൊടുത്ത് അവരുടെ ഉപോൽപ്പന്നങ്ങൾ വിറ്റതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ അഡ്രസ്സ് കിട്ടി അവരുടെ കടയും വീടും പരിശോധിക്കും. തുടർന്ന് നടപടികൾ നമ്മൾ ശക്തമായി ഫൈൻ ഉൾപ്പെടെ ഇത് കോരിക്കൊണ്ടാകാൻ ഉൾപ്പെടെ അവരോട് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി B. ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ, ക്ലർക്കുമാരായ ജയകൃഷ്ണൻ, ശാന്തിനി, ജീവനക്കാരായ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മഴ കനിയാൻ പ്രാർത്ഥനയോടെ ഒരു നാട്. തൃൽപ്പാറ കൊമ്പങ്ങല്ലിൽ അവലും വെള്ളം വിതരണം ചെയ്തു. വാർഡ് മെമ്പർ P. ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യത്തെ വേനൽ അതിരൂക്ഷമാണ്. നമുക്ക് എല്ലാ വർഷവും ഇതേപോലെ വേനൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ വേനലിന് അത്ര കഠിനമായ വേനലാണ്. അപ്പൊ നമ്മളെല്ലാ മതങ്ങൾക്കും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ചാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവലും വെള്ളം നൽകിയിട്ടുണ്ട്. ഇത് ഈ വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ ഇന്ന് മഴ പെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു കൊടും വേനലിന് ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് വേണം. കടുത്ത വേനലിൽ ആശ്വാസമായി മഴ പെയ്യുവാൻ വേറിട്ട പ്രാർത്ഥനയുമായി തേർപ്പാറ കൊമ്പൻകല്ല് നിവാസികൾ. മഴ ലഭിക്കുന്നതിനായി കൊമ്പൻകല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാർക്ക് അവിലും വെള്ളവും ദാഹജലം വിതരണം ചെയ്തു. വേനൽ കടുത്തതോടെ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂടിനും ജലക്ഷാമത്തിനും പരിഹാരമായി പ്രകൃതി കനിയണമെന്ന പ്രാർത്ഥനയോടെയാണ് കൂട്ടായ്മ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊമ്പൻകല്ല് കൂട്ടായ്മയിലെ ഭാരവാഹികളും മറ്റു നാട്ടുകാരും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു. കടുത്ത ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും നാട്ടുകാർക്കും ഈ ദാഹജല വിതരണം ഏറെ ആശ്വാസമായി. തിരൂർ ഏഴൂരിൽ ഉമ്മയെയും 1.5 വയസ്സുള്ള മകനെയും വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശി ഇർഫാന, മകൻ അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. ഇർഫാനയുടെ ഉമ്മ 4 മാസം മുൻപ് മരിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്നും പോലീസ് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തു. ഇർഫാനയുടെ പിതാവ് പള്ളിയിൽ പോയ സമയത്തായിരുന്നു സംഭവം. പള്ളിയിൽ നിന്നെത്തിയ പിതാവ് മകളെയും പേരക്കുട്ടിയെയും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കിണറിന്റെ വല അല്പം മാറിയ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നിയ അദ്ദേഹം ഉടൻ തന്നെ നാട്ടുകാരെയും അഗ്നിരക്ഷാ സേനയെയും വിവരം അറിയിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇർഫാനയുടെ ഭർത്താവ് റാഫി വിദേശത്താണ്. മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.